ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോപീഡിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാ എക്സാമിനും പൊതുവെ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും. അപ്പോൾ ആ ടോപ്പിക്കിന് അടിസ്ഥാനമായാണ് ഇന്ന് കുറച്ച് വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കൊണ്ടുവന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം. അവിടെ മുഖ്യമന്ത്രി ആരാണ്? ഇപ്പം നിലവിൽ എൻ ചന്ദ്രബാബു നായിഡു ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. തെലുങ്കുദേശം പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. അതുപോലെ അടുത്തത് അരുണാചൽ പ്രദേശ് തലസ്ഥാനം എവിടെയാണ്? ഇറ്റാനഗറാണ് തലസ്ഥാനം. മുഖ്യമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരൊക്കെയാണ്? പേമഖണ്ഡു. അതുപോലെ തന്നെ BJPയുടെ കാൻഡിഡേറ്റാണ് ഈ പറഞ്ഞ പേമഖണ്ഡു. അസം നോക്കുമ്പോൾ അസമിൻ്റെ തലസ്ഥാനം ഏതാണ്? ദിസ്പൂർ ആണ് ഇതിൻ്റെ തലസ്ഥാനം. മുഖ്യമന്ത്രി വരുന്നത് എന്താണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. BJPയുടെ കാൻഡിഡേറ്റാണ് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അടുത്തത് ബീഹാറാണ്. ഒരുപാട് രാഷ്ട്രീയ കസരകളിക്കൊക്കെ വേദിയായ സംസ്ഥാനമാണ്. അപ്പോൾ ബീഹാറിൻ്റെയും മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാറാണ്. തലസ്ഥാനം എവിടെയാണ്? പാട്നയാണ് തലസ്ഥാനം. ജനതാദൾ യു എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്ത ഛത്തീസ്ഗഡാണ്. തലസ്ഥാനം എവിടെയാണ്? റായ്പൂറാണ്. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സൗട്ടാണ് മുഖ്യമന്ത്രി. അദ്ദേഹം BJP പ്രതിനിധാനം ചെയ്യുന്ന MP ആണ്. അടുത്തത് ഗോവയാണ്. തലസ്ഥാനം പനാജിയാണ്. മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ്. BJP ആണ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയുടെ കണക്ക് നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു തവണ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ നിലവിലെ നമ്മൾ മുഖ്യമന്ത്രി പദത്തിലിരുന്നവരെ നോക്കുമ്പോൾ സർക്കാരുകളിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ റെക്കോർഡ് ആർക്കാണ്? ബീഹാറിലെ നിതീഷ് കുമാറിനാണ്. 9 തവണ മുഖ്യമന്ത്രിയായ അദ്ദേഹം. അടുത്തത് ഗുജറാത്താണ്. തലസ്ഥാനം ഗാന്ധിനഗറാണ്. മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലാണ്. അദ്ദേഹം റിപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി ഏതാണ്? BJP ആണ്. ഒന്നുകൂടെ പറയാം, ഗുജറാത്താണ്. മുഖ്യമന്ത്രി എന്താണ്? ഭൂപേന്ദ്രഭായ് പട്ടേലാണ്. പാർട്ടി ഏത്? BJP ആണ്. തലസ്ഥാനം ഗാന്ധിനഗർ ആണ്. അടുത്തത് ഹരിയാന. ഈ തലസ്ഥാനം എവിടെയാണ്? ചണ്ഡീഗഡാണ്. മുഖ്യമന്ത്രി ആരാണ്? നായിബ് സിംഗ് സെയ്ദിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ ഏതാണ്? BJP ആണ്. അടുത്തത് ഹിമാചൽ പ്രദേശ്. തലസ്ഥാനം ഷിംലയാണ്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരാണ്? സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. അടുത്തത് ജമ്മു ആൻഡ് കാശ്മീരാണ്. തലസ്ഥാനം ശ്രീനഗർ, ജമ്മു. രാഷ്ട്രപതി ഭരണമാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുണ്ട്. ഏതാണ്? ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നൊരു പോസ്റ്റുണ്ട്. ആരാണ് അവർ? ഇപ്പോൾ നിലവിൽ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? മനോജ് സിൻഹയാണ്. ജമ്മു കാശ്മീരിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹെ. അടുത്തത് ജാർഖണ്ഡാണ്. തലസ്ഥാനം എവിടെയാണ്? റാഞ്ചിയാണ്. മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. JAM എന്ന പാർട്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം തലസ്ഥാനം റാഞ്ചി. മുഖ്യമന്ത്രി ആരാണ്? ജാർഖണ്ഡിൻ്റെ ചെമ്പൈ സോറനാണ്. അടുത്തത് കർണാടകയാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? സിദ്ധരാമയ്യയാണ്. കോൺഗ്രസിൻ്റെ തന്നെ കാൻഡിഡേറ്റാണ്. അടുത്ത് ബാക്കി നമുക്ക് ഉള്ളവിടെ നോക്കാം. കേരളത്തിലെ നിലവിലെ ക്യാപിറ്റൽ ഏതാണ്? തിരുവനന്തപുരമാണ്. മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. CPM പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അടുത്തത് ലഡാക്ക്. തലസ്ഥാനം കാർഗിലാണ്. രാഷ്ട്രപതി ഭരണമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്?
ബ്രിഗേബി ഡി മിശ്രയാണ് അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആയി പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാരാഷ്ട്രയാണ്. തലസ്ഥാനം മുംബൈയാണ്. മുഖ്യമന്ത്രി ആരാണ്? ഏകനാഥ് ഷിൻഡെയാണ്. അപ്പം ശിവസേന പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തത് മണിപ്പൂരാണ്. തലസ്ഥാനം ഇംഫാലാണ്. മുഖ്യമന്ത്രി ആരാണ്? എൻ ബീരേൻ സിംഗ് ആണ്. മേഘാലയയിലോട്ട് വരുമ്പോൾ തലസ്ഥാനം ഷില്ലോങ് ആണ്. മുഖ്യമന്ത്രി ആരാണ്? കോൺറാഡ് സാങ്മയാണ്. NCP പാർട്ടിയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത് മിസോറാമാണ്. തലസ്ഥാനം ഐസ്വാളാണ്. മുഖ്യമന്ത്രി ലാൽഡു ഹോമയാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ZPM ആണ്. അടുത്തത് നാഗാലാൻഡാണ്. തലസ്ഥാനം കൊഹിമ. മുഖ്യമന്ത്രി നൊഫ്യൂറിയോ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെയാണ്? NDPPയുടെ ഭാഗമാണ്. അടുത്തത് ഒഡീഷയാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് ഭുവനേശ്വറാണ്. മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാച്ചുരിയാണ്. ഏത് പാർട്ടിയാണ് അദ്ദേഹം റെപ്രസെൻറ്റിങ് ചെയ്യുന്നത്? BJP ആണ്. പുതുച്ചേരി തലസ്ഥാനം പുതുച്ചേരിയാണ്. മുഖ്യമന്ത്രി രംഗസ്വാമിയാണ് മുഖ്യമന്ത്രി. NINRC ആണ് അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. പഞ്ചാബാണ്. തലസ്ഥാനം ചണ്ഡീഗഡാണ്. മുഖ്യമന്ത്രി ആരാണ് വരുന്ന മുഖ്യമന്ത്രി? ഭഗവന്ത് സിംഗ് മാനാണ് മുഖ്യമന്ത്രി. രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആം ആദ്മി പാർട്ടിയാണ്. രാജസ്ഥാൻ തലസ്ഥാനം ഏതാണ്? ജയ്പൂറാണ്. മുഖ്യമന്ത്രി ജോർലാൽ ശർമ്മ BJP ആണ്. സിക്കിമാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തലസ്ഥാനം എവിടെയാണ്? ഗാംഗ്ടോക്കാണ്. അതിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? പ്രാം സിംഗ് തമാങ് ആണ്. SKM ആണ്. തമിഴ്നാട് തലസ്ഥാനം ചെന്നൈ ആണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. DMK ആണ് പാർട്ടി. അടുത്തത് തെലുങ്കാന. ഹൈദരാബാദാണ് തലസ്ഥാനം. മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡി. അതുപോലെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. അടുത്ത ത്രിപുര. തലസ്ഥാനം ഏതാണ്? അഗർത്തലയാണ് എൻ്റെ ക്യാപിറ്റല്. മുഖ്യമന്ത്രി മാണിക് സിംഹയാണ്. അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? BJP ആണ്. അടുത്തത് ഉത്തർപ്രദേശാണ്. തലസ്ഥാനം ലക്നൗ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. BJP രാഷ്ട്രീയ പാർട്ടി. ഉത്തരാഖണ്ഡിലാണെങ്കിൽ തലസ്ഥാനം ഡെറാഡൂൺ. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമയാണ്. BJPയുടെയാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് തലസ്ഥാനം കൊൽക്കത്ത. മുഖ്യമന്ത്രി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം അതത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും വോട്ട് രേഖപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇത് നോക്കി വയ്ക്കണം. ചോദ്യമായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കാര്യം കൺഫ്യൂഷൻ ഉണ്ടാവും. സാധാരണ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല. തുടർന്നും വിജ്ഞാനപരമായ കാര്യങ്ങളും ആനുകാലിക സംഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.